അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ ഈ ഷട്ടറൊക്കെ താഴ്ത്തിയിട്ട് എവിടേക്കാണ് ഈ പഹയൻ ഇങ്ങനെ ഓടുന്നതെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഈ ഓട്ടം വെറുതെ ഇല്ല കേട്ടോ. കുറേ ദിവസമായി ഞാനെന്ത് പാകിസ്ഥാൻ റൊട്ടി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്നും പൊറോട്ടയും ചപ്പാത്തിയും കുബൂസൊക്കെ കഴിച്ച് മടുത്ത്. അപ്പം ഒരു ദിവസം എന്ത് ചെയ്യുക, നമ്മൾക്ക് പാകിസ്ഥാൻ റൊട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിന്ന് പാകിസ്ഥാൻ റൊട്ടി കഴിക്കാൻ പോകുന്ന ഷോപ്പ്. ഒരു ബംഗാളിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് പാകിസ്ഥാനിയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പാകിസ്ഥാൻ റൊട്ടി ഇവിടെ നിന്ന് കിട്ടും, നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവിടെ നിന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ കാണുന്ന രണ്ട് പഹയന്മാരാട്ടോ, പഹയന്മാരെന്ന് വെറുതെ പറഞ്ഞാണ്. ഇവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓണറല്ല, എന്നാലും ഒരുത്തനവിടെ മുഷ്താഖ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുത്തനവിടെ ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. ഷവർമ നമ്മൾ പോകുമ്പോഴേക്കും കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഉന്നം ഷവർമ ഇല്ലാത്തത് കൊണ്ട് നമ്മളതിലേക്ക് കൂടുതൽ നോക്കണ്ട എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പാകിസ്ഥാൻ റൊട്ടി അവിടെ ഉണ്ടാക്കുന്ന ഇങ്ങനെ നോക്കി, ഉള്ളിലാണോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ക്യാമറ കൊണ്ടൊന്ന് പരതി നോക്കിയേ. അപ്പോൾ അതുണ്ടാക്കുന്ന ഉള്ളിലാണ്. ഇപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ അവരോട് ചെറുതായിട്ട് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ ചെറിയൊരു യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു. എന്നാൽ ഉള്ളിൽ പോയിട്ട് എടുത്തോ, യൂട്യൂബിലിടുമ്പോൾ നമ്മളോടും പറയണം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ ഒരാളവിടെ ഇങ്ങനെ നമ്മുടെ പാകിസ്ഥാൻ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഒരാൾ ക്യാമറയും പിടിച്ച് വരുന്നുണ്ട്. അദ്ദേഹം അടുപ്പിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ കുറച്ച് തീയിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ കുറച്ച് ചൂടും കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് പാകിസ്ഥാൻ റൊട്ടി ഉണ്ടാക്കുന്നത്. അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അത് വേവ് പാവായി കഴിഞ്ഞാൽ എടുത്തേക്കും. നമുക്ക് 2 മതി. അപ്പോൾ അവർ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കേരളത്തിൽ നിന്നാണ്, വളരെ നാടൊക്കെ ചോദിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര കൂട്ടായി. അപ്പോൾ അവിടെ കുറച്ച് ആട് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി നമ്മൾ നന്നായിട്ട് അത് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ പാകിസ്ഥാൻ റൊട്ടി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വരണം. അപ്പോൾ അവരോട് യാത്രയും പറഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം.